ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രൂഷ്യറ്റ് ബട്ടർഫ്ലൈ ആണ്. നമുക്കിത് ആപ്ലിക് വർക്കിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. ഈ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3mm ഒരു ക്രൂഷ്യറ്റ് ഹുക്കാണ്, പിന്നെ ഒരു യാണുമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു മാജിക് റിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. മാജിക് റിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് സാധാ 8 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ 8 എണ്ണം എടുത്ത് 8 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ ഓരോരോ ചെയിനിൻ്റെ മേളത്തെ ലാപ്പില്ല, ഈ ഒരു ലാപ്പ് കാണുന്നില്ലേ, ഇതിൽ കൂടിയൊക്കെ ലൂപ്പ് എടുക്കാം. ഇത് കാണിച്ചു തരാം ഞാൻ. അങ്ങനെ നമുക്ക് ഇവിടം വരെ എടുക്കാം. ഇപ്പം നമ്മളതിൻ്റെ അകത്ത് 8 എണ്ണമായി. 6 സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നിങ്ങോട്ട് എടുക്കുക. ഇപ്പം നമ്മുടെ ലൂപ്പിൽ 9 എണ്ണമായി. ഇനി എന്തെങ്കിലും വെച്ചാൽ ലൂപ്പ് ചെയ്യുക, 2 എണ്ണത്തിനുള്ളിൽ കൂടെ എടുക്കുക. എഗെയിൻ ലൂപ്പ് ചെയ്യുക, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എഗെയിൻ ലൂപ്പ് ചെയ്യുക, 2 എണ്ണം. അങ്ങനെ ഇവിടം വരെ ചെയ്യാം. ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ലാപ്പില്ലേ കാണുന്നില്ലേ, ഈ ഒരു ലൂപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് ഈ ഓരോ കണ്ടില്ലേ, ഈ ഓരോന്നിൻ്റെ അകത്ത് കൂടി എടുക്കണം. ഇതിപ്പോൾ 7 എണ്ണം ഉണ്ടാക്കും. 8ാമത്തത് നമ്മൾ മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ നേരത്തെ ചെയ്ത മാതിരി തന്നെ 2 എണ്ണത്തെ കൂടെ ലൂപ്പ് ചെയ്തിട്ടെടുക്കാം. നമ്മളെല്ലാ ലൂപ്പ് കൂടെയും യാൺ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഈ കാണുന്ന ഒരു സ്റ്റിച്ചിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കാം. ആറെണ്ണം ഉണ്ട് ഹുക്കിൻ്റെ അകത്തേക്ക്. ഇപ്പം നമുക്ക് മാജിക് സർക്കിളിൽ കൂടെ ഒന്നും കൂടി എടുക്കാം. ഇപ്പം ടോട്ടൽ 7 എണ്ണം ഉണ്ട്. നേരത്തെ ചെയ്തത് മാതിരി തന്നെ ഈ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് എടുക്കാം. ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓരോ ചെയിൻ്റെ അകത്തേക്ക് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ റൗണ്ടിലുള്ള ചെയ്തത് മാതിരി തന്നെ. ഹുക്കിൽ 5 എണ്ണമാണ് ഉള്ളത്. നമ്മൾ മാജിക് സർക്കിളിലും കൂടി എടുക്കുന്ന സമയത്ത് 6 എണ്ണാവും. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ റൗണ്ടിലൊക്കെ ചെയ്തത് മാതിരി യാൺ ഓവർ ചെയ്തിട്ട് 2 എണ്ണത്തിൽ കൂടെ വലിക്കുക. നമ്മളിത് എൻഡ് ചെയ്യാണ്. ഈ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തേക്കും നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ്. നമ്മൾ ഇതേമാതിരി തന്നെ മാജിക് സർക്കിളിൻ്റെ അകത്തേക്കും ചെയ്യണം. നമ്മളിതുണ്ടാക്കിയത് ഒരു മുകളിലത്തെ ഒരു വിങ്ങാണ്. ഇനി നമുക്ക് താഴത്തെ വിങ് ഉണ്ടാക്കാം. അതിന് നമുക്ക് 4 ചെയിൻ സ്റ്റിച്ച് ഇടാം.
നമ്മൾ നാലെണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോന്നിൻ്റെ അകത്ത് കൂടെ എടുക്കുക, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ. ഫിഫ്ത്ത് കൊണ്ട് മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ, എന്നിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഈ രണ്ടെണ്ണം വീതം യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിൻ്റെ അകത്തേക്കും കൂടി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ് വേണ്ടത്, ഇൻക്ലൂഡിങ് ദ മാജിക് റിംഗ് ആണ്. നമുക്ക് ഇട്ടിട്ട് വരാം. നമ്മളൊരു സൈഡിലുള്ള വിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് നോക്കാം. നെക്സ്റ്റ് സൈഡിൽ ഈ ചെറിയ വിങ് ചെയ്ത മാതിരി തന്നെയാണ് 4 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് ഓരോരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ലൂപ്പിട്ടെടുത്തിട്ട് ഈ വിങ് എങ്ങനെയാണോ ചെയ്തത് അതേമാതിരി തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, നമ്മൾ താഴത്തെ 2 ചിറകും മുകളിലൊരു ഭാഗത്ത് ഒരു ചിറകും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ചിറകാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഈ ചെയിനിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അതിന് നമുക്ക് 5 ചെയിൻ സ്റ്റിച്ച് വേണം. അപ്പോൾ നമുക്ക് 5 ചെയിൻ സ്റ്റിച്ച് ഇടാം. നമ്മൾ നേരത്തെ ഈ ചെയിന് നമ്മൾ ഡിക്രീസാണ് ചെയ്തത്, പക്ഷേ ഇതിന് നമ്മൾ ഇൻക്രീസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടെ തന്നെ ലൂപ്പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ രണ്ടെണ്ണം വീതം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പം നമ്മളിൽ 6 എണ്ണം ഉണ്ട്. ഈ 2 വീതം എടുക്കാം. ഇത് നമ്മൾ പറഞ്ഞ മാതിരി ഓരോന്ന് ഇൻക്രീസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടെ എടുക്കാം. അതായത് ടോട്ടൽ 6 ലൂപ്സ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. അപ്പം നമുക്ക് എടുത്തിട്ട് വരാം. ലൂപ്പായി. ഇനി മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ടോട്ടൽ 7 ലൂപ്പായി. ഇതേമാതിരി നമ്മൾ ഉള്ളിലേക്ക് രണ്ടെണ്ണം വീതം. ഇനി നമ്മൾ പ്രീവിയസ് റൗണ്ട് മാതിരി 2 2 2 വെച്ചിട്ട് ഉള്ളിലേക്ക് എടുക്കും. നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എല്ലാം ഉള്ളിൽ കൂടി എടുക്കുക, മാജിക് റിങ് ഉൾപ്പെടെ. മാജിക് റിങ്ങിലും കൂടി എടുത്തു കഴിഞ്ഞാൽ 8 ലൂപ്പ് ഉണ്ടാവണം. എന്നിട്ട് ഈ 8 ലൂപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രണ്ടെണ്ണത്തിൽ കൂടെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത മാതിരി തന്നെ എടുക്കുക. മുന്നേ നമ്മൾ ചെയ്ത മാതിരി തന്നെ +1 ലൂപ്പ് എടുക്കുക. ടോട്ടൽ നമ്മൾ മാജിക് റിങ് ഉൾപ്പെടെ 9 എണ്ണം ഉണ്ടാവണം ഹുക്കിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് എടുക്കാം.
ഇനി നമ്മളെല്ലാം ക്ലോസ് ചെയ്ത മാതിരി തന്നെ സ്ലിപ്പ് സ്റ്റിച്ചിൽ ക്ലോസ് ചെയ്യാം. നമ്മളെല്ലാത്തിൻ്റെ അകത്തേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്യാം. ഇത്തിരി നീളത്തിലെടുത്തിട്ട് ഇനി എന്ത് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ഹോൾ ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതാക്കണം. അതിന് ഈ ഒരു ത്രെഡ്, നമ്മൾ മാജിക് സർക്കിളിൻ്റെ ത്രെഡ് പിടിച്ചങ്ങോട്ട് വലിക്കാം. നല്ല ടൈറ്റിൽ വലിക്കാം. എന്നിട്ട് ഇത് രണ്ടും ടൈ ഓഫ് ചെയ്യും. നമുക്കിത് ആപ്ലിക് വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്രാഫ്റ്റുമായിട്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.